ലൈക്ക് ഓപ്പറേറ്റർ അല്ലേ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? യെസ് മാം. ഓക്കെ. ദെൻ അപ്പൊ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ആദ്യം അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പാരിസൺ ഓപ്പറേറ്റർ പറഞ്ഞു, ലോജിക്കൽ ഓപ്പറേറ്റർ പറഞ്ഞു, പാറ്റേൺ മാച്ചിങ് ഓപ്പറേറ്റർ പറഞ്ഞിട്ടുണ്ട്. യൂണീക്ക് കീ പഠിച്ച ടൈമിൽ നൾ കമ്പാരിസൺ ഓപ്പറേറ്റർ ആയിട്ടുള്ള ഈസ് നള്ളും ഈസ് നോട്ട് നള്ളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കാണിച്ചു തരാം. ഇവിടെ യൂണീക്ക് കീൻ്റെ അകത്ത് നമ്മൾ ഈസ് നള്ളും ഈസ് നോട്ട് നള്ളും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ദെൻ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് മിസ്ലേനിയസ് ഓപ്പറേറ്റർ ആണ്. ഇന്ന്, നോട്ട് ഇന്ന്, ബിറ്റ്വീന്, നോട്ട് ബിറ്റ്വീന്. എന്തെങ്കിലും ഒരു കാര്യം ഒരു ഡാറ്റയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. നോട്ട് ഇന്ന് എന്ന് പറയുന്നത് ആ ഒരു ലിസ്റ്റിനകത്ത് ഇല്ലാത്ത വാല്യൂസിനെ ചെക്ക് ചെയ്യുന്നത്. ബിറ്റ്വീൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർട്ടൈൻ റേഞ്ചിനിടയ്ക്ക് വരുന്ന വാല്യൂസ്. ഇപ്പോൾ 13ന്റെയും 35ന്റെയും ഇടയിൽ പ്രായമുള്ള ആളുകളെ ഫെച്ച് ചെയ്ത് തരാൻ പറയാം. നോട്ട് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഈ ഒരു കാര്യവും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ക്ലോസസ് പഠിച്ച ടൈമിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇന്ന്, നോട്ട് ഇന്ന്, അതേപോലെ തന്നെ എക്സിസ്റ്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ബിറ്റ്വീന്, ഇതൊക്കെ വരുന്നത് മിസ്ലേനിയസ് ഓപ്പറേറ്ററിന്റെ അണ്ടറിലാണ്. അന്ന് നമ്മൾ വെറുതെ പറഞ്ഞു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊക്കെ വരുന്നത് ഈ പറയുന്ന മിസ്ലേനിയസ് ഓപ്പറേറ്ററിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഓർഡർ ബൈ എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ്. ഓക്കെ. ഓർഡർ ബൈ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ അടുത്ത്? ഓർഡർ ബൈ പറഞ്ഞിട്ടുണ്ടായില്ലേ? ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഗ്രൂപ്പ് ബൈ പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ഓർഡർ ബൈയാ പറഞ്ഞത്. ഓക്കെ. മാം, ആ ഓർഡർ ബൈ മറ്റേ ഈ സോർട്ട് ചെയ്യുന്നല്ലായിരുന്നു, അസെൻഡിങ് ആ ഡിസെൻഡിങ് അതന്നെ അതന്നെ. അതൊക്കെ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമൺ റോസ് നിങ്ങളുടെ ഡാറ്റാ സെറ്റിൽ വരികയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം കോമൺ ആയിട്ട് നിങ്ങളുടെ രണ്ട് റോയിന്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പ് ബൈ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ടേബിള് നോക്കുക. ഇതിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോയില് SSC എന്നുള്ളതാണ് ഡെസിഗ്നേഷൻ. അതേപോലെ രണ്ടാമത്തെ റോയിലും SSC എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ വരുന്നുണ്ട്. അതായത് റോസിനകത്ത് എലമെന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ സിറ്റി നോക്കുകയാണെങ്കിലും ആദ്യത്തെ റോയിലും കൊച്ചിയാണ്, രണ്ടാമത്തെ റോയിലും കൊച്ചിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡാറ്റാ സെറ്റിന്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് റോ എൻട്രീസ് വരികയാണ്. ഇതിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് റോ എൻട്രീസ് ആണ്. ഇവിടെയും ഡ്യൂപ്ലിക്കേറ്റ് റോ എൻട്രീസ് ആണ്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് റോ എൻട്രീസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയുവാണ്, എനിക്ക് ഡെസിഗ്നേഷൻ SSC ആയിട്ടുള്ള ആളുകളുടെ ടോട്ടൽ സാലറി വേണം എന്ന് പറയുവാണ്. ഡെസിഗ്നേഷൻ SSC ആയിട്ടുള്ള രണ്ടാളുകൾ ഉണ്ട്. അപ്പൊ ഈ SSCന്റെ ബേസിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഗ്രൂപ്പ് ചെയ്തിട്ട് ഈ 50,000 60,000 ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ എടുക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറയുവാണ്, സിറ്റി കൊച്ചി ആയിട്ടുള്ള ആളുകളുടെ ആവറേജ് സാലറി വേണമെന്ന് പറയുവാണ്. അപ്പൊ കൊച്ചി എന്ന് പറയുന്ന സിറ്റി 3 വട്ടം വരുന്നുണ്ട്. 1 2 ദെൻ ലാസ്റ്റ് 3 അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചി എന്ന് പറയുന്ന കൊച്ചി എന്ന് പറയുന്ന ആ ഒരു സിറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ കൊച്ചി പ്ലസ് രണ്ടാമത്തെ കൊച്ചി പ്ലസ് മൂന്നാമത്തെ കൊച്ചി, ആ സാലറി ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 3 ചെയ്തിട്ടുള്ള ആവറേജ് എടുക്കുന്നു. സോ നമ്മുടെ ഡാറ്റ സെറ്റിന്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് വരികയാണെങ്കിൽ, റോസിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ആ ഒരു ഡാറ്റയെ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യാന്നാണ്. ഇവിടെ നമ്മൾ ആദ്യം സാധാ പോലെ തന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, വാല്യൂസ് ഇൻസേർട്ട് ചെയ്തു, അതൊക്കെ ചെയ്തു.
ഇനി നമുക്ക് വേണ്ടത് എങ്ങനെ ഗ്രൂപ്പ് വൈസ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഞാന് സെലക്ട് സിറ്റി സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സം ഓഫ് സാലറി ആസ് ടോട്ടൽ സാലറി. ഈ സാലറികളുടെ സമ്മിനെ ഒരു ടോട്ടൽ സാലറി എന്ന് പറയുന്ന ഒരു പുതിയ കോളം അത് താൽക്കാലികമായിട്ട് ക്രിയേറ്റ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് കാണേണ്ടത് അപ്പൊ ടോട്ടൽ സാലറി എന്ന് പറഞ്ഞൊരു താൽക്കാലികമായിട്ടുള്ള കോളം ക്രിയേറ്റ് ആകും. അതിനകത്ത് നമുക്ക് നമ്മുടെ സാലറിയുടെ സമ്മ് കിട്ടും. എന്തിന്റെ ബേസിൽ? ഗ്രൂപ്പ് ബൈ സിറ്റീനെ ഗ്രൂപ്പ് ബൈ ചെയ്തിട്ടുള്ള ബേസിൽ. അപ്പൊ എന്തൊക്കെ കിട്ടും? കൊച്ചിയുടെ ടോട്ടൽ സാലറി കിട്ടും, ട്രിവാൻഡ്രത്തിന്റെ ടോട്ടൽ സാലറി കിട്ടും, പിന്നെ കൊല്ലം ഒന്നേ ഉള്ളൂ, അപ്പൊ കൊല്ലത്തിന്റെ ടോട്ടൽ സാലറി വരും. ഓക്കെ, സിറ്റി ബേസിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഗ്രൂപ്പ് ചെയ്യുവാണ്. ഡാറ്റാ സെറ്റിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് വഴി അതിന്റെ സമ്മറി എടുക്കുന്നു. കൊച്ചികളുടെ മൊത്തം സാലറി എത്രയുണ്ട് എന്നുള്ളതും ട്രിവാൻഡ്രത്തിന്റെ മൊത്തം സാലറി എത്രയുണ്ടെന്നുള്ളതും കൊല്ലത്തിന്റെ മൊത്തം സാലറി എത്രയുണ്ടെന്നുള്ളതുമാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം അല്ല കൊടുത്തിട്ടുള്ളത്, സെലക്ട് സിറ്റി കോമ എന്ന് പറഞ്ഞിട്ടാ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് അതിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ വരും. സിറ്റി എന്നുള്ള ഒരു പുതിയ കോളം വന്നു, അതിനകത്ത് സിറ്റീസിന്റെ പേര്, അതുകൊണ്ടാണ് സെലക്ട് സിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ, അല്ലെ? സെലക്ട് സിറ്റി എന്ന് കൊടുത്തോണ്ടാണ് ഇതെനിക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത്. ദെൻ അതിനുശേഷം ഇവിടെ ഗ്രൂപ്പ് ബൈ സിറ്റി കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് ബൈ സിറ്റി കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഓരോ വട്ടം, കൊച്ചി തന്നെ 3 വട്ടം വരുന്നുണ്ട്. ഇപ്പൊ കൊച്ചി 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 എന്ന് പറഞ്ഞിട്ട് വരാണ്ട് ഒറ്റ തവണ കൊച്ചി, ഒറ്റ തവണ ട്രിവാൻഡ്രം, ഒറ്റ തവണ കൊല്ലം വന്നിട്ട് അതിന്റെ ടോട്ടൽ സാലറി വരാനുള്ള കാരണം നമ്മൾ ഈ ഗ്രൂപ്പ് ബൈ സിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ സെലക്ട് സിറ്റി വന്നു. സം ഓഫ് സാലറി കാണാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ സാലറിന്റെ സം ഓഫ് സാലറി ആസ് ടോട്ടൽ സാലറി ഫ്രം EMP ഗ്രൂപ്പ് ബൈ സിറ്റി. അപ്പൊ സിറ്റി വൈസ് നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇനി അതേപോലെ തന്നെ വേറൊന്നും ചെയ്യുവാണ്. എനിക്ക് ജെൻഡർ വൈസ് എംപ്ലോയിന്റെ കൗണ്ട് കാണണമെന്ന് വിചാരിച്ചോ. ശരിക്കുള്ള നമ്മുടെ ഡാറ്റേന്റെ അകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാനിതൊന്ന് സെലക്ട് ചെയ്ത് കാണിച്ചത്. നോക്കുവാണെന്നുണ്ടെങ്കിൽ 3 മെയിലും 3 ഫീമെയിലും ആണ് ഉള്ളത്. അപ്പൊ എനിക്ക് മെയിലിന്റെ ടോട്ടൽ സാലറിയും കാണണം, ഫീമെയിലിന്റെ ടോട്ടൽ സാലറിയും കാണണം. സോ ഇവിടെ എന്ത് വെച്ചിട്ടാ ഗ്രൂപ്പ് ബൈ ചെയ്യേണ്ടത്? ഗ്രൂപ്പ് ബൈ ചെയ്യേണ്ടത് ജെൻഡർ വെച്ചിട്ടാണ്. ജെൻഡറിനകത്ത് 3 ഫെയിലും അല്ല 3 ഫീമെയിലും 3 മെയിലും ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ടോട്ടൽ സാലറി അല്ല കേട്ടോ, എംപ്ലോയി കൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. 3 മെയിലും 3 ഫീമെയിലും ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ സെലക്ട് ജെൻഡർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ദെൻ എനിക്ക് എംപ്ലോയി കൗണ്ട് ആണ് വേണ്ടത്. അപ്പൊ എംപ്ലോയി കൗണ്ട്, ഇപ്പൊ ജെൻഡർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാകും, ഇപ്പുറത്തെ എംപ്ലോയി കൗണ്ട് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാകും. എംപ്ലോയി കൗണ്ട് എങ്ങനത്തെ കോളമാണ്? താൽക്കാലികമായിട്ട് അലിയാസസ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കോളമാണ്. ഇനി അതിന്റെ അകത്ത് പെർഫോം ചെയ്യേണ്ടത് എന്താ? കൗണ്ട് സ്റ്റാർ എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് കാണേണ്ടത്. കൗണ്ട് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ട് എന്തിന്റെയാണോ നിങ്ങൾക്ക് കാണേണ്ടത്, എംപ്ലോയിന്റെ കൗണ്ട് ആണ് കാണേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ജെൻഡർ വെച്ചിട്ടുള്ള എംപ്ലോയി കൗണ്ട് ആണ് കാണേണ്ടതെങ്കിൽ കൗണ്ട് സ്റ്റാർ എന്ന് കൊടുക്കുമ്പോൾ മൊത്തത്തിലുള്ള കൗണ്ട് എടുക്കും എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, നമ്മളിപ്പോ കൗണ്ട് ഓഫ് ജെൻഡർ എന്ന് കൊടുക്കുന്നതിന് പകരം കൗണ്ട് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഡാറ്റാ സെറ്റിന്റെ അകത്തുനിന്ന് കൗണ്ട് എടുക്കുകയാണ് ചെയ്യുക. പക്ഷെ വെറുതെ കൗണ്ട് എടുത്തിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ബൈ ജെൻഡർ വൈസ് ഗ്രൂപ്പ് ബൈ ചെയ്തിട്ട് വേണം കൗണ്ട് കാണാനായിട്ട്. അപ്പൊ ഗ്രൂപ്പ് ബൈ ചെയ്യുമ്പോൾ ആ ജെൻഡർ എന്തായിട്ട് മാറും? മെയില് ഫീമെയിൽ, 3 മെയിലും 3 ഫീമെയിലും ഉണ്ടായിരുന്നു. അപ്പൊ ഗ്രൂപ്പ് ബൈ ചെയ്യുമ്പോൾ അത് സമ്മറൈസ് ചെയ്തിട്ട് ഒരു മെയിലും ഒരു ഫീമെയിലും എന്നുള്ള രീതിക്ക് വരും. എന്നിട്ട് കൗണ്ട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ മെയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ടുള്ളതും ഫീമെയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ടുള്ളതും ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്. കണ്ടോ, ജെൻഡർ, എംപ്ലോയി കൗണ്ട്, മെയില് ഫീമെയിൽ 3 എണ്ണം മാറി ഒറ്റവട്ടായിട്ട് വന്നു. പക്ഷെ അതിന്റെ കൗണ്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് 3 എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യും.
ഞാൻ ആ ഗ്രൂപ്പിലിടുന്ന ടാസ്ക് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുന്നില്ലേ? അത് കംപ്ലീറ്റ് ചെയ്യണേ. ഓരോ ടാസ്ക് ഇടുന്നതും കംപ്ലീറ്റ് ചെയ്യണം. നാളെ ഇതേ ടൈമില് പ്രസന്റേഷൻ ആയിരിക്കും ട്ടോ. ഒരു റെക്കോർഡഡ് ക്ലാസ് കേൾക്കുന്നവര് ശ്രദ്ധിക്കാം. നാളെ പ്രസന്റേഷൻ ആയിരിക്കും. ഇനി ആർക്കെങ്കിലും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മുമ്പേ ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചിടണം. മിസ്സേ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. എന്ത് പ്രസന്റേഷനാണ് നാളെ? ഷാക്കിറിന് ഇപ്പൊ സ്റ്റാർട്ടിങ് ക്ലാസ് കിട്ടിയേക്കുന്നത് SQL അല്ലേ? അതെ. അപ്പൊ ഷാക്കിറിനില്ല. ബാക്കി കംപ്ലീറ്റ് ആയവർക്ക് ഞാന് അതായത് ഇതിനകത്ത് എക്സലും പവർ BIയും കംപ്ലീറ്റ് ആയ കുറച്ച് പേരുണ്ട്. ഓക്കെ. അതുപോലെ കുറച്ച് പേർക്ക് എക്സൽ മാത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ അത് കംപ്ലീറ്റ് ആയതുകൊണ്ട് അതിന്റെ പ്രൊജക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്ട്. ഓക്കെ. മീൻസ് ഓൾറെഡി ഒരു അഡ്വാൻസ് എക്സലും പവർ പ്രൊജക്ട് BIയിലും ഉള്ള പ്രസന്റേഷൻ ആണല്ലേ? അതിന്റെ പ്രൊജക്ട് പ്രൊജക്ടിന്റെ പ്രസന്റേഷൻ. പ്രസന്റേഷൻ. ഓക്കെ ഓക്കെ. അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല. പെർഫെക്റ്റ്. ഓക്കെ. ടേബിള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയാട്ടോ. ഈ ഒരു സംഭവം ചെയ്യാം, അതിനുശേഷം അടുത്ത കോഡ്. ഈ ഗ്രൂപ്പ് ബൈ വരെ ചെയ്ത് കംപ്ലീറ്റ് ആയാൽ പറയാം.
ചെയ്തു മാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ബൈ തന്നെ. ഇപ്പൊ നമ്മൾ സിറ്റിന്റെ ബേസിലും ജെൻഡറിന്റെ ബേസിലും മാത്രമേ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ പറയുവാണ് സിറ്റിയുടെയും ഡെസിഗ്നേഷന്റെയും ബേസിൽ എനിക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഗ്രൂപ്പ് ബൈ വേണം. ഓക്കെ, സിറ്റിയുടെയും ഡെസിഗ്നേഷന്റെയും വയസ്സിൽ. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിറ്റി കൊച്ചി ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, കൊല്ലം ഉണ്ട് അല്ലെ. ആ കൊച്ചി സിറ്റിക്ക് തന്നെ ഡെസിഗ്നേഷൻ എസ് എസ് സിയും വരുന്നുണ്ട്, ഡെസിഗ്നേഷൻ എസ് സിയും വരുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഡെസിഗ്നേഷൻ എസ് എസ് ഇ ഉണ്ടാവും, എസ് ഇ ഉണ്ടാവും, എസ് ഉണ്ടാകും. അതേപോലെ സിറ്റി ആണെന്നുണ്ടെങ്കിൽ എസ് എസ് സിന്റെ കറസ്പോണ്ടിങ് കൊച്ചി ഉണ്ടാകും, അതേപോലെ എസ് സിയുടെ കറസ്പോണ്ടിങ് കൊച്ചി ഉണ്ടാകും. ഓക്കെ, എസ് എസ് സിന്റെ കറസ്പോണ്ടിങ് ഒരു കൊച്ചി ഉണ്ടാകും, എസ് സിയുടെ കറസ്പോണ്ടിങ് ഒരു കൊച്ചി ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എസ് ഇ എന്ന് പറഞ്ഞിട്ട് രണ്ടും ട്രിവാൻഡ്രം ആണ്. അപ്പൊ എസ് ഇ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം എന്നുള്ളത് ഉണ്ടാകും, അതേപോലെ എസ് എന്ന് പറഞ്ഞിട്ട് കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ മൊത്തം എസ് എസ് സിക്ക് കൊച്ചി ഉണ്ടാകും, അതേപോലെ എസ് സിക്കും കൊച്ചി വരും. ഇവിടെ രണ്ട് എസ് എസ് സിയും രണ്ടും കൊച്ചിയാണ്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന കോളം എന്ന് പറയുന്നത് ഡെസിഗ്നേഷൻ ഒരു കോളം ഉണ്ടാകും, ആ ഡെസിഗ്നേഷന്റെ അകത്ത് എസ് എസ് സി ഉണ്ടാകും, എസ് എസ് സിയുടെ കറസ്പോണ്ടിങ് കൊച്ചിയിൽ ഉണ്ടാകും. വീണ്ടും എസ് ഇ ഉണ്ടാകും, എസ് ഇയുടെ കറസ്പോണ്ടിങ് കൊച്ചിയിൽ ഉണ്ടാകും. ദെൻ പിന്നെയും എസ് ഇ ഉണ്ടാകും, അതിന്റെ കറസ്പോണ്ടിങ് സിറ്റി ട്രിവാൻഡ്രം ആയിരിക്കും ഉണ്ടാവുക. ദെൻ എസ് ഉണ്ടാകും, അതിന്റെ കറസ്പോണ്ടിങ് സിറ്റി കൊല്ലം എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ അതിനെ ഗ്രൂപ്പ് ബൈ ചെയ്യും. എന്നിട്ട് അത് കാണാൻ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ബേസിൽ സാലറി കാണാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് കിട്ടും, കൊച്ചിയുടെ എസ് എസ് സിയുടെ സമ്മ് കിട്ടും, കൊച്ചിയുടെ എസ് സിയുടെ സമ്മ് കിട്ടും, ട്രിവാൻഡ്രത്തിന്റെ എസ് എസ് സിയുടെ സമ്മ് അല്ലെ എസ് സിയുടെ സമ്മ് കിട്ടും, കൊല്ലത്തിന്റെ എസിന്റെ സമ്മ് കിട്ടും. പക്ഷെ ഇതങ്ങനെ വെറുതെ അത് എടുക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. ഒപ്പം നമ്മൾ പറയുവാണ് ഓർഡർ ബൈ സിറ്റി എന്ന് പറയുവാണ്. ഓർഡർ ബൈ സിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സിറ്റിന്റെ വയസ്സിൽ, സിറ്റിയുടെ സ്പെല്ലിങ്ങിന്റെ വയസ്സിൽ അതിന് എന്ത് ചെയ്യും, ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അതിനെ സോർട്ട് ചെയ്ത് നമുക്ക് കിട്ടും. സിറ്റിന്റെ സ്പെല്ലിംഗ് വൈസ് സോർട്ട് ചെയ്ത് കിട്ടും. നോക്ക് ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കുന്നു, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആകും. ഇതിന്റെ ഔട്ട്പുട്ട് നോക്കി, സിറ്റിയുടെ സ്പെല്ലിംഗ് വൈസ് അത് സോർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. കൊച്ചി, കൊച്ചി, കൊല്ലം, ട്രിവാൻഡ്രം അല്ലെ, ആ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അത് വന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ കൊച്ചിയുടെ കറസ്പോണ്ടിങ് ഒരു എസ് സി ഉണ്ട്, അതിന്റെ സം ഓഫ് സാലറി ഉണ്ട്. കൊച്ചിയുടെ കറസ്പോണ്ടിങ് എസ് എസ് സി ഉണ്ട്, അതിന്റെ സം ഓഫ് സാലറി ഉണ്ട്. കൊല്ലത്തിന്റെ എസ് സാലറി, ട്രിവാൻഡ്രത്തിന്റെ എസ് സി സാലറി. ഈ ഒരു രീതിക്കാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബൈയുടെ കൂടെ ഓർഡർ ബൈ ക്ലോസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പ് ബൈയിൽ തന്നെ നമ്മൾ രണ്ട് ഐറ്റംസ് വെച്ചിട്ടാണ് ഗ്രൂപ്പ് ബൈ ചെയ്തിട്ടുള്ളത്, സിറ്റിയും ഡെസിഗ്നേഷനും. ദെൻ അതിന്റെ ഒപ്പം തന്നെ ഓർഡർ ബൈ ക്ലോസും കൂടെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓർഡർ ബൈ സിറ്റി കൊടുത്തത് കൊണ്ട് സിറ്റി എന്ത് കിട്ടും, ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് സാലറിയും ഡെസിഗ്നേഷനും ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ചെയ്തേ.
ചെയ്തു മാം. ഓക്കെ. ഇനി വേർ ക്ലോസിന്റെ കൂടെ എങ്ങനെ ഗ്രൂപ്പ് ബൈ അപ്ലൈ ചെയ്യും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. വേർ ക്ലോസ് നമുക്കറിയാം അല്ലെ, ഫിൽട്ടർ ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേർ ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ സാധാ ഗ്രൂപ്പ് ബൈ തന്നെയാണ്, പക്ഷെ കൂടെ എന്തും കൂടെ ഉണ്ട്, ഒരു കണ്ടീഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെലക്ട് സിറ്റി ഡെസിഗ്നേഷൻ, സിറ്റിനെയും ഡെസിഗ്നേഷനെയും സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് കോളം ഉണ്ടാകും, ഒന്ന് സിറ്റിയും ഒന്ന് ഡെസിഗ്നേഷനും. ഇതിനടുത്തത് സം ഓഫ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് സാലറി, സാലറിയുടെ സമ്മ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് ഫ്രം EMP. അപ്പൊ എംപ്ലോയിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? സിറ്റി കിട്ടും, ഡെസിഗ്നേഷൻ കിട്ടും, സം ഓഫ് സാലറി കിട്ടും. 3 കോളം ആയിട്ടുണ്ട് ഇപ്പോ. ഇനി അങ്ങനെ എല്ലാവരുടെയും സം ഓഫ് സാലറിയും സിറ്റിയും ഡെസിഗ്നേഷൻ ഒന്നും എനിക്ക് വേണ്ട. കണ്ടീഷൻ ഉണ്ട്, വേർ ജെൻഡർ ഈക്വൽ ടു M. അതായത് ജെൻഡർ മെയിൽ ആയിട്ടുള്ള ആളുകളുടെ സിറ്റി, ഡെസിഗ്നേഷൻ, സം ഓഫ് സാലറി എടുക്കാനാണ് ഇവിടം വരെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുശേഷം കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് ബൈ സിറ്റി കോമ ഡെസിഗ്നേഷൻ. അതായത് സിറ്റിയുടെയും ഡെസിഗ്നേഷന്റെയും വയസ്സിൽ ഗ്രൂപ്പ് ബൈ ചെയ്തിട്ട് വേണം ഈ പറയുന്ന കാര്യങ്ങൾ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യും? സിറ്റിയുടെയും ഡെസിഗ്നേഷന്റെയും വയസ്സിൽ ഒന്ന് ഗ്രൂപ്പ് ബൈ ചെയ്യും. ഗ്രൂപ്പ് ബൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കണ്ടീഷൻ ആയിട്ടുള്ള മെയിൽസിന്റെ സം ഓഫ് സാലറി എടുക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ബൈ സിറ്റി ആൻഡ് ഡെസിഗ്നേഷൻ. ഗ്രൂപ്പ് ബൈ സിറ്റി ആൻഡ് ഡെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? സിറ്റിന്റെ അകത്ത് കൊച്ചി ഉണ്ടായിരുന്നു, കൊല്ലം ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഡെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ SSC ഉണ്ടായിരുന്നു, SE ഉണ്ടായിരുന്നു, S ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കണ്ടീഷൻ ജെൻഡർ ഈക്വൽ ടു M എന്നുള്ളതുകൊണ്ട് മെയിൽ ആയിട്ടുള്ള ആളുകളുടെ സിറ്റി ഡെസിഗ്നേഷൻ വയസ്സിലായിട്ടായിരിക്കും അതിനെ ഗ്രൂപ്പ് ബൈ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സിറ്റി എന്ന് പറയുന്ന കോളത്തിനകത്ത് കൊച്ചിൻ ട്രിവാൻഡ്രം മാത്രമേ വന്നിട്ടുള്ളൂ, കൊല്ലം വന്നിട്ടില്ല. ബിക്കോസ് കൊല്ലത്ത് വർക്ക് ചെയ്യുന്നത് ഫീമെയിൽ ആയിരിക്കും, അതുകൊണ്ടാണ് അത് വരാത്തത്. നോക്കാം നമുക്ക് ഒറിജിനൽ ഡാറ്റാബേസ്. ഇതാ, കൊല്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഫീമെയിൽ ആണ്, അതുകൊണ്ടാണ് എനിക്ക് ആ ഡീറ്റെയിൽ കിട്ടാന്. കൊച്ചിയിൽ 2 മെയിൽസ് ഉണ്ട്, അതേപോലെ ട്രിവാൻഡ്രത്ത് 1 മെയിൽ ഉണ്ട്. അതുകൊണ്ടാണ് കൊച്ചിയും അതേപോലെ തന്നെ ട്രിവാൻഡ്രവും മാത്രം ഇവിടെ വന്നിട്ടുള്ളത്. ഇത് റൺ ചെയ്യുമ്പോൾ നോക്കാം, കണ്ടോ, കൊച്ചിയും ട്രിവാൻഡ്രവും മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ 2 സ്ഥലത്താണ് മെയിൽസ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് മെയിലിന്റെ ആണ് സം ഓഫ് സാലറിയും ഡെസിഗ്നേഷനും ഒക്കെ കാണേണ്ടേ. അപ്പൊ കൊച്ചിയിലത്തെ 2 മെയിലിന്റെയും ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് SSC ആണ്. ട്രിവാൻഡ്രത്തിന്റെ മെയിലിന്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് SC ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ അവരുടെ ടോട്ടൽ സാലറി എത്രയാണ് എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? സെലക്ട് എനിക്ക് വേണ്ട ആളുകള്, ഒന്ന് സിറ്റി വേണം, ഡെസിഗ്നേഷൻ വേണം, സം ഓഫ് സാലറി വേണം. എവിടെ നിന്ന്? ഫ്രം EMP. ആ ഒരു ടേബിളിൽ നിന്ന്. കണ്ടീഷൻ എന്താ? ഫോർ ജെൻഡർ ഈക്വൽ ടു M. ജെൻഡർ മെയിൽ ആയിട്ടുള്ള ആളുകളുടെയാണ് സിറ്റി, ഡെസിഗ്നേഷൻ, സം ഓഫ് സാലറി വേണ്ടത്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, ഗ്രൂപ്പ് ബൈ സിറ്റി കോമ ഡെസിഗ്നേഷൻ. സിറ്റിന്റെയും ഡെസിഗ്നേഷന്റെയും വയസ്സിൽ ഗ്രൂപ്പ് ബൈ ചെയ്തിട്ട് വേണം ആ ഒരു റിസൾട്ട് കിട്ടാനായിട്ട്. അത് മാത്രമല്ല, ഓർഡർ ബൈ സിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് സിറ്റീനെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫെച്ച് ചെയ്ത ഡാറ്റ ആയിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഇതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിലും CT എന്നുള്ള ഫോമിലാണ് വന്നിട്ടുള്ളത്. ആദ്യം C പിന്നെ T, ആൽഫബറ്റിക്കൽ ഓർഡർ ആണ്, കറക്റ്റ് ആണ്. ആ ഒരു വേയിൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇത് ഗ്രൂപ്പ് ബൈ വിത്ത് വേർ ക്ലോസ് ആണ്. വേർ ക്ലോസിന്റെ കൂടെ എങ്ങനെ ഗ്രൂപ്പ് ബൈ വർക്ക് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ചെയ്ത്
ചെയ്തു മാം. ഇനി അടുത്തത് ഹാവിങ് ക്ലോസ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി കണ്ടു വേർ ക്ലോസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടീഷൻ കൊടുത്ത് ഡാറ്റേനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വേർ ക്ലോസ് യൂസ് ചെയ്യുന്നത്. സെയിം പർപ്പസ് ആണ് ഹാവിങ് ക്ലോസിനുള്ളത്. നമുക്ക് ഡാറ്റ ഫിൽട്ടറൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹാവിങ് ക്ലോസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവര് തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേർ ക്ലോസിനകത്ത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആയിട്ടുള്ള സമ്മ്, ആവറേജ്, മാക്സ്, മിന്ന് പോലത്തെ ഫങ്ഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. വേർ ക്ലോസിന്റെ കൂടെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് സപ്പോർട്ട് ആവില്ല എന്നുള്ളതാണ് വേർ ക്ലോസിന്റെ ഒരു ലിമിറ്റേഷൻസ്. ബട്ട് ഹാവിങ് ക്ലോസിന്റെ കൂടെ നമുക്ക് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മ്, കൗണ്ട്, ആവറേജ്, മാക്സ്, മിന്ന് ഇതിനൊക്കെയാണ് കേട്ടോ അഗ്രിഗേറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫങ്ഷൻസ് വേർ ക്ലോസിന്റെ കൂടെ സപ്പോർട്ട് ആവില്ല, ബട്ട് ഹാവിങ് ക്ലോസിന്റെ കൂടെ സപ്പോർട്ട് ആകും. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും സെയിം പർപ്പസ് ആണ്. കൊടുക്കുന്നതിൽ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എന്താ കൊടുക്കുന്നതിലുള്ള വ്യത്യാസം നോക്കാം നമുക്ക്. ഇവിടെ നോക്കിക്കേ, സെലക്ട് ഇതേ കോഡ് തന്നെയാട്ടോ ഞാൻ കൊടുത്തിട്ടുള്ള ഇതേ പരിപാടി നമ്മൾ വേർ ക്ലോസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള മുമ്പ് ചെയ്ത അതേ കാര്യം ഹാവിങ് ക്ലോസ് വെച്ചിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ കൊടുത്ത പോലെ സെലക്ട് സിറ്റി ഡെസിഗ്നേഷൻ സം ഓഫ് സാലറി ഫ്രം EMP. അവിടം വരെ കറക്റ്റാ. സെലക്ട് സിറ്റി ഡെസിഗ്നേഷൻ സം ഓഫ് സാലറി ഫ്രം EMP. ഇനി ഇവിടെ വേർ ജെൻഡർ ഈക്വൽ ടു M എന്നുള്ള കണ്ടീഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ കൊടുത്തു വേർ ക്ലോസിൽ അല്ലെ. ആ കണ്ടീഷൻ അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്താണോ അത് നമ്മൾ ആ സെലക്ടിന്റെ തൊട്ട് താഴെ കൊടുത്തു. ഇവിടെ സെലക്ടിന്റെ തൊട്ട് താഴെ നമ്മൾ ഹാവിങ് ക്ലോസ് കൊടുക്കില്ല. ഹാവിങ് ക്ലോസ് കൊടുക്കുന്നത് ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ക്ലോസ് കൊടുത്തതിന് ശേഷമാണ്. ഓക്കെ, സെലക്ടിന്റെ തൊട്ട് താഴെ ഹാവിങ് കൊടുക്കില്ല. വേറെ കൊടുക്കാം സെലക്ടിന്റെ തൊട്ട് താഴെ. ഹാവിങ്ങിനെ സെലക്ടിന്റെ തൊട്ട് താഴെ കൊടുക്കില്ല. അത് ഗ്രൂപ്പ് ബൈ കൊടുത്തതിന് ശേഷം വേണം കൊടുക്കാനായിട്ട്. സോ ഞാൻ സെലക്ട് സിറ്റി ഡെസിഗ്നേഷൻ സം ഓഫ് സാലറി ഫ്രം EMP കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുവാണ്, ഗ്രൂപ്പ് ബൈ ചെയ്യുവാണ്. ഗ്രൂപ്പ് ബൈ എങ്ങനെയാ ചെയ്യുന്നത്, സിറ്റി കോമ ഡെസിഗ്നേഷൻ. ഈ ജെൻഡർ ഇപ്പൊ നിങ്ങൾ നോക്കണ്ട, നമ്മൾ ഇവിടെ ചെയ്ത പോലെ സിറ്റി ഡെസിഗ്നേഷന്റെ വൈസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ബൈ ചെയ്യുന്നു. ദെൻ അതിനുശേഷം വേർ ക്ലോസിൽ ജെൻഡർ ഈക്വൽ ടു M എന്ന് കൊടുക്കുന്ന പോലെ ഹാവിങ് ക്ലോസിനകത്ത് നമ്മൾ ജെൻഡർ ഈക്വൽ ടു M കൊടുത്തു. ദെൻ ഓർഡർ ബൈ സിറ്റി കൊടുത്തു. അപ്പോ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് എന്താ കഴിഞ്ഞാല് ഹാവിങ് ക്ലോസിനകത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണോ അതിന് നമ്മൾ തൊട്ട് മുകളിൽ ഗ്രൂപ്പ് ബൈന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. ഇവിടെ ഞാൻ ഹാവിങ്ങിനകത്ത് ജെൻഡർ കൊടുത്തോണ്ട് തന്നെ ഗ്രൂപ്പ് ബൈന്റെ അകത്ത് ജെൻഡർ എന്ന് പറയുന്ന ആളെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ ഓർഡറും സെലക്ടിന്റെ തൊട്ട് താഴെ ഹാവിങ് കൊടുക്കില്ല. ഹാവിങ് കൊടുക്കണമെങ്കിൽ ഗ്രൂപ്പ് ബൈ കഴിയണം. അപ്പൊ നമ്മൾ ആദ്യം സെലക്ട് സ്റ്റേറ്റ്മെന്റ് എഴുതും, എന്നിട്ട് ഗ്രൂപ്പ് ബൈ സ്റ്റേറ്റ്മെന്റ് എഴുതും. ദെൻ ഹാവിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷന്റെ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെൻഡർ കേട്ടോ, ഹാവിങ്ങിനകത്ത് കൊടുക്കുന്ന ഈ ഒരു വേരിയബിള് അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്രൂപ്പ് ബൈന്റെ അകത്തോട്ടേക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ജെൻഡർ ആണ് ഇവിടെയെങ്കിൽ ജെൻഡറിന് ഞാൻ ഗ്രൂപ്പ് ബൈന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ജെൻഡറിന് പകരം വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അതിനെ ഞാൻ എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ബൈന്റെ അകത്തോട്ടേക്ക് ആഡ് ചെയ്തതിന് ശേഷം ആവണം ഹാവിങ് കൊടുക്കാനായിട്ട്. ദെൻ സാധാ പോലെ ഓർഡർ ബൈ സിറ്റി കൊടുക്കുമ്പോൾ എനിക്ക് നേരത്തെ എന്താണോ റിസൾട്ട് കിട്ടിയ അതേ റിസൾട്ട് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. സെയിം റിസൾട്ട്, വ്യത്യാസമൊന്നുമില്ല. വേർ ക്ലോസ് എന്താണോ തന്നത് അത് തന്നെയാണ് ഹാവിങ് ക്ലോസും തരുന്നത്. പക്ഷെ കൊടുക്കുന്ന ഓർഡറിൽ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്താ വരുന്നത്, നമുക്ക് ഇവിടെ ഈ ഒരു ഓർഡറിലായിരുന്നു പോയത്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ബൈ കഴിഞ്ഞിട്ടാണ് ഹാവിങ് ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്രിഗേറ്റ് ഫങ്ഷൻസ് വേർ ക്ലോസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇവിടെ വേർ ക്ലോസ് കൊടുത്തിട്ട് ഇവിടെ അഗ്രിഗേറ്റ് ഫങ്ഷൻ ഉണ്ടല്ലോ. അതെന്താ അപ്പോ, അതെന്ന് പറയുന്നത് വേർ ക്ലോസിന്റെ കൂടെ അല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വേർ ക്ലോസിന്റെ കൂടെയുള്ള കണ്ടീഷൻ എന്താ, ജെൻഡർ ഈക്വൽ ടു M ആണ്. അല്ലാണ്ട് അഗ്രിഗേറ്റ് ഫങ്ഷൻ അല്ല വേർ ക്ലോസിന്റെ കൂടെ ഉള്ളത്. ഇവിടെ സം എന്ന് പറയുന്ന അഗ്രിഗേറ്റ് ഫങ്ഷൻ വേർ ക്ലോസിന്റെ മുമ്പിലാണ് ഉള്ളത്. ഓക്കെ, അല്ലാണ്ട് വേർ ക്ലോസിന്റെ കൂടെ അല്ല. അപ്പൊ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം, വേർ ക്ലോസിന്റെ കൂടെ അഗ്രിഗേറ്റ് ഫങ്ഷൻ സപ്പോർട്ട് ആവോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എക്സാമ്പിൾ നോക്കി, സെലക്ട് സിറ്റി സാലറി ഫ്രം എംപ്ലോയി. എംപ്ലോയിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, സിറ്റിനെയും സാലറിനെയും എടുക്കുന്നു. അപ്പൊ 2 കോളം വന്നു, സിറ്റിയും സാലറി.
എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നത് എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എനിക്ക് ആ ടേബിളിനകത്ത് അല്ലെങ്കിൽ ആ കോളത്തിനകത്ത് വേണ്ടത് സം ഓഫ് സാലറി ഗ്രേറ്റർ ദാൻ 50,000 ആയിട്ടുള്ളവരുടെ മാത്രം ഡീറ്റെയിൽസ് മതി. എല്ലാ ആളുകളുടെയും സിറ്റിംഗ് സാലറി എനിക്ക് ആവശ്യമില്ല. എന്റെ കണ്ടീഷൻ ഇതാണ്, സാലറി ഗ്രേറ്റർ ദാൻ 50,000, 50,000-നേക്കാൾ അബവ് സാലറി ഉള്ള ആളുകളുടെ ഡീറ്റെയിൽ മാത്രം എനിക്ക് മതി. അപ്പൊ ഞാൻ ആ കണ്ടീഷൻ സാധാ കൊടുക്കുന്ന പോലെ വർക്ക് ക്ലോസിനകത്ത് കൊടുത്തു നോക്കി. നമ്മൾ സാധാ എന്തെങ്കിലും കണ്ടീഷൻസോ ക്രൈറ്റീരിയാസോ കൊടുക്കണമെങ്കിൽ വർക്ക് ക്ലോസിനകത്താ കൊടുക്കുക അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ ഈ കണ്ടീഷൻ വർക്ക് ക്ലോസിനകത്ത് കൊടുത്തു നോക്കി. ദെൻ ഗ്രൂപ്പ് ബൈ സിറ്റി വൈസ് ഗ്രൂപ്പ് ബൈ ചെയ്യണം എന്ന് പറഞ്ഞു നോക്കി. അപ്പൊ ഇത് എനിക്ക് റിട്ടേൺ ചെയ്യുന്നത് ഒരു എറർ ആണ്. നമുക്ക് ആ എറർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് തരാം. ദാ കണ്ടോ, ഇത് എനിക്കൊരു എററാ വരുന്നത്. ഇൻവാലിഡ് യൂസ് ഓഫ് ഗ്രൂപ്പ് ഫംഗ്ഷൻ. ഗ്രൂപ്പ് ഫംഗ്ഷൻ ഇങ്ങനെ നമുക്ക് തോന്നിയ പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ള എറർ. അത് ഗ്രൂപ്പ് ഫംഗ്ഷന്റെ പ്രശ്നമല്ല. നമ്മൾ എന്ത് ചെയ്തേക്കുന്ന വേർക്ക് ക്ലോസിന് അല്ല, വേർക്ക് ക്ലോസിന്റെ അകത്ത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നം അത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് പകരം ഹാവിംഗ് ക്ലോസ് യൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ അതേ സാധനം തന്നെ ഹാവിംഗ് ക്ലോസ് വെച്ചിട്ട് ചെയ്തേക്കുന്ന നോക്കി. സെലക്ട് സിറ്റി, സം ഓഫ് സാലറി ആസ് ടോട്ടൽ സാലറി. സിറ്റിയും കിട്ടും, സം ഓഫ് സാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളവും വരും. ദെൻ അതിന്റെ അകത്ത് എന്താ ചെയ്യണ്ടേ, ഗ്രൂപ്പ് ബൈ സിറ്റി വൈസ് ഗ്രൂപ്പ് ബൈ ചെയ്തിട്ട് വേണം ആൻസർ കിട്ടാനായിട്ട്. ദെൻ ഹാവിങ്ങിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സം ഓഫ് സാലറി ഗ്രേറ്റർ ദാൻ 50,000 എന്നുള്ള കണ്ടീഷൻ കൊടുക്കുന്നു. അപ്പൊ ഇവിടെയും എന്താ, ഹാവിംഗ് ക്ലോസ് കൊടുക്കുമ്പോൾ സെലക്ടിന്റെ തൊട്ട് താഴെ കൊടുക്കരുത്. ഗ്രൂപ്പ് ബൈ ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, ഹാവിംഗ് ക്ലോസ് കൊടുക്കാനായിട്ട്. അപ്പൊ ഗ്രൂപ്പ് ബൈ സിറ്റി കൊടുത്തു, ഹാവിങ്ങിനകത്ത് സം ഓഫ് സാലറി ഗ്രേറ്റർ ദാൻ 50,000 കൊടുക്കുന്നു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് എനിക്ക് ഇവിടെ റിട്ടേൺ ചെയ്ത് കിട്ടും. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. വർക്ക് ക്ലോസും ഹാവിംഗ് ക്ലോസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. വർക്ക് ക്ലോസിനകത്ത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് സപ്പോർട്ട് ആവില്ല, ബട്ട് ഹാവിംഗ് ക്ലോസിനകത്ത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ആദ്യം ഗ്രൂപ്പ് ബൈ വിത്ത് വർക്ക് ക്ലോസും ഹാവിംഗ് ക്ലോസും ചെയ്യാം. അതിനുശേഷം അഗ്രിഗേറ്റ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ നോക്കുക, അതും ചെയ്യാം.
ചെയ്തു മാം. ഓക്കെ. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ തരാം, അതൊന്ന് ചെയ്യട്ടോ. ഗ്രൂപ്പ് ബൈ ഹാവിങ് ക്ലോസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് SQL-നകത്ത്. ഈ SQL-ന് നമുക്ക് എന്താ പറയാ, ഇപ്പൊ തൽക്കാലം പ്രൊജക്ട് തരാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ അസൈൻമെന്റ് ആയിരിക്കും ഞാൻ തരുന്നത് കേട്ടോ. ഗ്രൂപ്പിൽ ഇടുന്നുണ്ടേ ക്വസ്റ്റ്യൻസ്. ഓക്കെ. ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ പെട്ടെന്ന്. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. മാം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ ചെയ്യേണ്ടത്? ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ചെയ്യാം.
അതിനകത്തുനിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെയാണോ മനസ്സിലാവുന്നത് ആ മനസ്സിലാവുന്ന കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി അറിയാവുന്നത് ചെയ്യാം കേട്ടോ.
ഞാൻ ഗ്രൂപ്പ് ബൈയുടെ ക്വസ്റ്റ്യൻസും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻസും നാളെ ഇപ്പൊ പ്രസന്റേഷൻ അല്ലേ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേനും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ലീവ് ചെയ്തോളൂ.